കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി RSS തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഓണമായാലും ബക്രീദായാലും ക്രിസ്മസ് ആയിക്കഴിഞ്ഞാലും അത് എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ ആഘോഷിക്കുന്നു. അതിന് പ്രത്യേകിച്ച് മതപരമായ വേർതിരിവുകൾ കൊടുക്കാറില്ല. അത് സ്കൂളിലും പൊതുയിടങ്ങളിലും ക്ലബ്ബുകളും വായനശാലകളും എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അതെല്ലാം ആഘോഷിച്ചു വരുന്നത്. എന്നാൽ ഇത്തരം ആഘോഷങ്ങൾ അത് മതപരമായി മാത്രമേ ആഘോഷിക്കാവൂ എന്ന തിട്ടൂരം നമ്മൾ സമീപകാലത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓണാഘോഷത്തിനെതിരായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ആരെങ്കിലും എതിർപ്പുമായി വരുമെന്ന് നമ്മളാരും കരുതിയില്ല. എന്നാൽ ഓണം തന്നെ ആഘോഷിക്കാനേ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് RSS കഴിഞ്ഞ കുറച്ചു കാലമായി മുന്നോട്ട് വെക്കുന്നത്. അപ്പം അതിന് പകരം വാമന ജയന്തി ആഘോഷിക്കണം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തുമസ് നമ്മൾ ഇന്നിപ്പോൾ ഏത് ക്യാമ്പസിൽ പോയാലും അവിടെയെല്ലാം ജാതിമത പരിഗണനകൾക്കെല്ലാം അപ്പുറത്ത് എല്ലാ വിഭാഗം കുട്ടികളും ചേർന്നുകൊണ്ട് ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതും പുൽക്കൂട് നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നതുമെല്ലാം നമ്മൾ കാണുകയാണ്. നമ്മുടെ ഈ കേരളത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ പോയാൽ അവിടെയൊന്നും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിൽ ഇല്ലെങ്കിൽ പോലും അവിടെയെല്ലാം നക്ഷത്രങ്ങൾ തൂക്കി ദീപാലങ്കൃതമായിട്ടുള്ള ഇടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നിപ്പോൾ അത്തരം കാര്യങ്ങളോട് അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചരണം RSS സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് അവിടെ വാളയാർ പുതുശ്ശേരിയിൽ കരോൾ അവതരിപ്പിച്ച 13-14 വയസ്സുള്ള കുട്ടികളെയാണ് RSSൻ്റെ ക്രിമിനൽ സംഘം ആക്രമിച്ചത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഈ കരോൾ അക്രമം വളരെ ആസൂത്രിതമായിട്ട് അവർ നടത്തിയതാണ്. നേരത്തെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞ് RSS അവിടെ ഗ്രൂപ്പുകളിൽ തിട്ടൂരം ഇറക്കിയിരുന്നു. അപ്പം ഇത് ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം RSSൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരായി എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ട് DYFI സംഘടിപ്പിക്കും എന്നാണ് പ്രഖ്യാപിക്കാനുള്ളത്. ഇന്നലെ കഴിഞ്ഞ ദിവസം പുതുശ്ശേരിയിൽ പാലക്കാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധ കരോൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ RSS ഇത്തരം കാര്യങ്ങളിൽ മതപരമായ വേർതിരിവുണ്ടാക്കാൻ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഇടപെടുമ്പോൾ മതനിരപേക്ഷ ഉള്ളടക്കം കാസൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടം DYFI ഏറ്റെടുക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതുകൊണ്ട് എവിടെയെല്ലാം കരോളുകൾ അവർ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പ്രതിഷേധത്തിൻ്റെ കരോളുമായി DYFI രംഗത്തുണ്ടാവും. അതുകൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തെ കളങ്കപ്പെടുത്തുന്ന അതിനെ എല്ലാ തലത്തിലും ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്കെതിരായി എല്ലാ വിഭാഗം ആളുകളും പോരാട്ടത്തിനിറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. മറ്റൊന്ന് ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. ഈ പാലക്കാട് ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ അതിക്രൂരമായി തല്ലിക്കൊന്നത്. അപ്പോൾ തല്ലിക്കൊന്നത് ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ വളരെ കൃത്യമായി നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് RSS ആണ്. RSSൻ്റെ വംശീയത, ആ വംശീയ വെറിയാണ് അവിടെ നമ്മൾ കേട്ടത്. എവിടെയാണ് നിൻ്റെ നാട്, നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് കൊല്ലുന്ന ചിത്രമാണ് നമ്മൾ ലൈവായി കണ്ടത്. അതിനകത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിട്ടുള്ള കണ്ണൻ എന്ന ഉദയകുമാർ, അയാളും ഈ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് RSS നേതൃത്വം നടത്തിയിട്ടുള്ള ഇത്തരം ഹീനമായ നീക്കത്തെ കോൺഗ്രസും പിന്തുണക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിലൊക്കെ രാഷ്ട്രീയം കലർത്തണോ എന്നാണ് ചോദിച്ചത്. പിന്നെ ഏതിലാണ് രാഷ്ട്രീയം നമ്മൾ കാണുക? നീ ബംഗ്ലാദേശിയല്ലേ എന്ന് വളരെ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരാളെ തല്ലിക്കൊല്ലുന്നതിൽ രാഷ്ട്രീയമില്ലെങ്കിൽ പിന്നെ ഏതിലാണ് നമുക്ക് രാഷ്ട്രീയം കാണാൻ വേണ്ടി കഴിയുക? അപ്പോൾ RSSന് കൂടുതൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അപകടം സംബന്ധിച്ച് എത്രയോ കാലമായി നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ RSSന് വിവിധ പ്രദേശങ്ങളിൽ ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാവുമ്പോൾ ആ സ്വാധീനത്തെ അവർ ഉപയോഗപ്പെടുത്തിയിട്ട് ആൾക്കൂട്ട കൊലയിലേക്ക്, വംശീയ കൊലയിലേക്ക്
വർഗീയ കലാപത്തിലേക്കാണ് ആളുകൾ നയിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വംശീയ ആക്രമണത്തിനെതിരായിട്ട്, ഇത്തരം ഹീനമായിട്ടുള്ള കൊലപാതകങ്ങൾക്കെതിരായിട്ട് അതിശക്തമായിട്ട് പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട്. DYFI നേതൃത്വത്തിൽ അവിടെ കഴിഞ്ഞ ദിവസം ഏകതാ സമ്മേളനം എന്ന നിലയിൽ ഒരു വലിയ പരിപാടി അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ തുടർന്നും ഈ പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെ അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാമുള്ള ആളുകളെ വേട്ടയാടുന്ന ഇത്തരം നെറികെട്ട സംസ്കാരത്തിനെതിരായി സമരങ്ങൾ സംഘടിപ്പിക്കും, പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കൊണ്ടുവരും എന്നാണ് പറയാനുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇന്നലെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ RSS നടത്തിയിട്ടുള്ള ഈ ഹീനമായ ഇടപെടൽ നമ്മുടെ കേരളത്തിനാകെ അപമാനമായി പോയി. ഇന്നലെയാണ് ഈ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ആരുടെ ഹൃദയം ആർക്കാണ് കൊടുത്തത്? നേപ്പാളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഈ നാട് നൽകിയിട്ടുള്ള കരുതൽ എത്രമാത്രം വലുതാണ് എന്നാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇപ്പം നേപ്പാളിലെ പെൺകുട്ടിക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ ഹൃദയം കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അനുഭവം കേരളത്തിന് എൻ്റെ പുതിയ അനുഭവം. അപ്പോൾ ഇത്തരം നല്ല വാർത്തകൾ ഉണ്ടാവുന്ന സന്ദർഭത്തിലാണ് കേരളത്തിനാകെ കളങ്കമുണ്ടാക്കുന്ന രൂപത്തിൽ RSSൻ്റെ ഇടപെടൽ. ആ RSSൻ്റെ ഇടപെടലിനെ കട്ടക്ക് ന്യായീകരിക്കുക, എല്ലാ പിന്തുണയും കൊടുക്കുക, അതിനെ തള്ളിപ്പറയാതിരിക്കുക എന്ന നിലപാടാണ് VD സതീശനും കേരളത്തിലെ കോൺഗ്രസും സ്വീകരിക്കുന്നത്. അത് അങ്ങേയറ്റം അപമാനകരമാണ്. RSSനെ സംരക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് തിരിച്ചറിയണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ജനങ്ങളുടെ യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ വെക്കേഷൻ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ചില സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ അനുവദിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ആ സ്പെഷ്യൽ ട്രെയിനിൻ്റെയൊക്കെ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഗൗരവമായ നിലയിൽ വാർത്ത കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വലിയ കുത്തനെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അതുകൂടാതെ സാധാരണക്കാരൻ്റെ യാത്ര ദുരിതം വർദ്ധിക്കുന്നു. സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് നിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും റെയിൽവേ കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റം ക്രൂരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന സംസ്ഥാനത്തിന് ന്യായമായും ഈ കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന, ജനങ്ങളുടെ അവകാശമായിട്ടുള്ള ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് റെയിൽവേയുടെ ഈ അവഗണനയ്ക്കെതിരായിട്ട്, റെയിൽവേ ഈ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരായിട്ട്, ഈ ഉത്സവ അല്ലെങ്കിൽ ഈ വെക്കേഷൻ സമയത്തെ റെയിൽവേയുടെ കൊള്ളക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും. നാളെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിന് മുന്നിലും DYFIയുടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.